പ്രിയപ്പെട്ട അധ്യക്ഷൻ സഭാവാസികളുടെ വേദിയിലെ പ്രിയ സഹാക്കളെ, പ്രിയപ്പെട്ട ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് വളരെയധികം കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാണ്. ഇന്ന് കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് മുഴുവൻ ഈ വിഷയം വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. നവോത്ഥാനം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നവോത്ഥാനം എന്നാൽ എന്താണ് എന്നത് തിരിച്ചറിഞ്ഞ ശേഷം അവസാനം നവോത്ഥാനം എന്ന് കൊണ്ട് എന്തുദ്ദേശിക്കുന്നു എന്ന് വ്യക്തമാണ്. നവോത്ഥാനം എന്നത് നേരത്തെ സൂചിപ്പിച്ചു, വളരെ പ്രതിലോമകരമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന്, ഒരു വ്യവസ്ഥയിൽ നിന്ന് പുരോഗമനപരമായ ഒരു വ്യവസ്ഥയിലേക്കുള്ള ഒരു അന്തരീക്ഷത്തിലേക്കുള്ള മാറ്റത്തെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ലോകത്ത് എല്ലാ രാജ്യത്തെയും ജനങ്ങൾ അല്ലെങ്കിൽ സമൂഹം ഇത്തരത്തിലുള്ള നവോത്ഥാനങ്ങളിലൂടെയാണ് മുന്നേറിയിട്ടുള്ളത്. എവിടെ നോക്കിയാലും നമുക്ക് കാണാം. അങ്ങനെ ഏറ്റവും പ്രസക്തമായ ഒന്നാണ് യൂറോപ്യൻ നവോത്ഥാനം. യൂറോപ്പിന്റെ ഒരു കാലത്തെ അവസ്ഥ വളരെ വളരെ പരിതാപകരമായിരുന്നു. മതത്തിന്റെ സ്വാധീനം വളരെ വളരെ അധികരിച്ച് അത് അമിത സ്വാധീനമായി വർദ്ധിക്കുകയും ഭരണത്തെയും അധികാരത്തെയും എല്ലാം അത് കീഴ്പ്പെടുത്തുകയും അങ്ങനെ വളരെ പ്രതിലോമകരമായ ഒരു സാഹചര്യം യൂറോപ്പിൽ സൃഷ്ടിക്കുകയും ചെയ്തു. അതാണ് അവിടെ അങ്ങനെ പ്രതിലോമ സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം മതത്തിന്റെ ആധിപത്യം. അതിനെതിരെ ശബ്ദമുയർത്തിയവരെല്ലാം നവോത്ഥാനത്തിലേക്ക് വഴിവെട്ടുകയായിരുന്നു. അങ്ങനെ വഴിവെട്ടി അതിന്റെ ചരിത്രം ഞാൻ സൂചിപ്പിക്കുന്നില്ല. അവസാനം യൂറോപ്യൻ നവോത്ഥാനം എന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷം നടന്നു. അത് വളരെ പ്രധാനപ്പെട്ട വാക്കാണ്, നൂറ്റാണ്ടുകൾക്ക് ശേഷം. അതായത് നവോത്ഥാനത്തിന് വേണ്ടി ശബ്ദമുയർത്തി നവോത്ഥാനത്തിന് വഴിവെട്ടി തുടങ്ങി നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് നവോത്ഥാനം കുറേയൊക്കെ അവിടെ നടന്നത്. അങ്ങനെയാണ് യൂറോപ്യൻ നവോത്ഥാനം ഉണ്ടായത്. യൂറോപ്യൻ സമൂഹം പുരോഗമിച്ചത്, ശാസ്ത്രവികാസം ഉണ്ടായത്. ഇപ്പം അത് നോളജിന്റെ എക്സ്പ്ലോഷൻ എന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. നോളജ് ഇസ് പവർ എന്ന അവസ്ഥയിലേക്ക്, അറിവ് അധികാരം എന്നുള്ളതിട്ട് നോളജ് ഇസ് പവർ എന്ന തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യൂറോപ്പ് നവോത്ഥാനത്തിന് ശേഷം മാനവികതയെ വികസിപ്പിച്ച് ഇന്ന് മറ്റൊരു തലത്തിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അതുപോലെയുള്ള നവോത്ഥാനം നമ്മൾ കണ്ടിട്ടുണ്ട്. ബംഗാളിലുണ്ട്, ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്, ദക്ഷിണേന്ത്യയിലുണ്ട്, കൊച്ചു കേരളത്തിലുണ്ട്. അതെല്ലാം ഇതുപോലെ തന്നെ അതത് പ്രദേശത്തെ പ്രതിലോമകരമായ അന്തരീക്ഷത്തെ അതിജീവിക്കുവാനുള്ള ആശയപരമായ ഇടപെടലാണ്. വളരെ സമ്പന്നമായ ആശയത്തിന്റെ ഇടപെടലാണ് ആ പ്രതിലോമപരതയെ മാറ്റിയെടുക്കുന്നത്. രാജാറാം മോഹൻ റോയുടെ സാമൂഹ്യ പരിഷ്കരണം അതിശയുള്ളതായിരുന്നു. അധമമായ ചിന്തകൾ, പ്രതിലോമകരമായ ചിന്തകൾ ബംഗാളിന്റെ സംസ്കാരത്തെ തകർത്ത് കളഞ്ഞപ്പോൾ അതിനെ പുനരുദ്ധരിക്കുവാനുള്ള വലിയ ശ്രമം നടത്തി. അങ്ങനെയാണ് ബംഗാൾ നവോത്ഥാനം ഉണ്ടായത്. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനം അതുവരെ ഉണ്ടായിരുന്ന അധമമായ സംസ്കാരത്തെ മാറ്റിയെടുക്കാനുള്ള വലിയ ശ്രമമായിരുന്നു.
സൂർദാസും കബീർദാസുമെല്ലാം വളരെയധികം ആ പ്രസ്ഥാനത്തിലൂടെ സമൂഹത്തെ ഉണർത്തി വളർത്തുവാൻ ശ്രമിച്ചവരാണ്. അങ്ങനെ ദക്ഷിണേന്ത്യയിൽ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കൊച്ചു കേരളത്തിൽ വളരെ പ്രതിലോമകരമായ സംസ്കാരം നിലകൊള്ളുന്നു. അത് ജാതി കേന്ദ്രീകൃത വ്യവസ്ഥയാണ്. ജാതി കേന്ദ്രീകൃതമായ വ്യവസ്ഥ. എന്താ ജാതി കേന്ദ്രീകൃത വ്യവസ്ഥ എന്ന് പറയാൻ കാരണം, അക്കാലത്ത് ഏതൊരു ചോദ്യം നമ്മൾ ഉന്നയിച്ചാലും അതിനുത്തരം പറയും ജാതിയാണ്, മനുഷ്യനല്ല. ആർക്കാണ് അമ്പലത്തിൽ പോകാൻ അധികാരം അവകാശം എന്ന് ചോദിച്ചാൽ അതിനുത്തരം ജാതിയാണ്. ആർക്കാണ് പഠിക്കാൻ അവകാശം എന്ന് ചോദിച്ചാൽ അതിനുത്തരം ജാതിയാണ്, ജാതിക്ക് ഉയർന്നവർ. ഭൂമിയിൽ ആർക്കാണ് അവകാശം എന്ന് ചോദിച്ചാൽ അതിനുത്തരം ജാതിയാണ് പറയുന്നത്. അങ്ങനെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം ജാതി ഉത്തരം പറഞ്ഞിരുന്ന അപകടകരമായ, അതീവ പ്രതിലോമകരമായ ഒരു സംസ്കാരം കേരളത്തിലുണ്ടായിരുന്നു. അതിനെ ഒറ്റ വാക്കിൽ നമ്മൾ ജാതി കേന്ദ്രീകൃത വ്യവസ്ഥ എന്ന് പറയും. ആ വ്യവസ്ഥയിലെ പ്രതിലോമ സംസ്കാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ യൂറോപ്പിൽ പറഞ്ഞതുപോലെ നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ കേരളത്തിന്റെ നവോത്ഥാനത്തിന് വഴിവെട്ടി. അയ്യാവ സ്വാമികൾ ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് 50 വർഷം മുമ്പ് ഈ പറയുന്ന അധമമായ സംസ്കാരത്തിനെതിരെ ശബ്ദമുയർത്തി. പരിഷ്കരണം വേണം, സംസ്കാരത്തിന് മാറ്റം വേണം, ജാതി കേന്ദ്രീകൃതമാകരുത് എന്ന് ഒരുപക്ഷെ മൂർത്തമായി കേരളത്തെ ബോധ്യപ്പെടുത്തിയത് അയ്യപ്പ സ്വാമികളാണ്. അതിന് മുമ്പും പലരുമുണ്ട്. അവരൊക്കെ ആയിരിക്കാം അതിന്റെ തുടക്കങ്ങൾ. അത്രയും ചരിത്രത്തിലേക്ക് പോകാൻ നമ്മൾ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. അതിനെ തുടർന്ന് ശ്രീനാരായണൂരും അയ്യങ്കാളിയും പത്തമ്മൂലയും ചാമരച്ചനും എല്ലാം ചട്ടമ്പി സ്വാമികളും എല്ലാം ചേർന്ന് കേരളത്തിന്റെ ഈ പ്രതിലോമ സംസ്കാരത്തെ മാറ്റിയെടുക്കാൻ ശ്രമിച്ച ചരിത്രം നമുക്കെല്ലാം അറിയാം. അങ്ങനെ ആ പ്രതിലോമ സംസ്കാരത്തെ മാറ്റിയെടുത്ത് കേരളത്തെ മനുഷ്യ കേന്ദ്രീകൃത വ്യവസ്ഥയിലുള്ള കേരളമാണ് മാറ്റം. മാറ്റം ഇതാണ്. യൂറോപ്പിൽ കണ്ടതുപോലെ, ബംഗാളിൽ കണ്ടതുപോലെ, ഉത്തരേന്ത്യയിൽ കണ്ടതുപോലെ, തമിഴ്നാട്ടിൽ കണ്ടതുപോലെ കേരളത്തിൽ ജാതി കേന്ദ്രീകൃത വ്യവസ്ഥയിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃത വ്യവസ്ഥയിലേക്കുള്ള മാറ്റം നടന്നതാണ് കേരളീയ നവോത്ഥാനം. ഇതല്ല യൂറോപ്യൻ നവോത്ഥാനം, അതല്ല ബംഗാൾ നവോത്ഥാനം, അതല്ല ഉത്തരേന്ത്യ നവോത്ഥാനം. എല്ലാം നവോത്ഥാനം തന്നെയാണ്. അതുകൊണ്ടാണ് പൊതുവായി പ്രതിലോമ സംസ്കാരത്തിൽ നിന്നും പുരോഗമന സംസ്കാരത്തിലേക്ക് മാറ്റത്തെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അത് കേരളത്തിൽ മറ്റ് വ്യക്തികളിൽ നടന്നതിന് വ്യത്യസ്തമായി നടന്നു. എന്താ വ്യത്യസ്തത? കേരളത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഈ നവോത്ഥാനത്തിൽ അണിചേരുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ജാതി മത ചിന്തകൾക്കപ്പുറം നവോത്ഥാന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും നവോത്ഥാനത്തിൽ പങ്കുവഹിക്കുകയാണ്. മറ്റൊരു ഭാഷയിൽ പറയാം, കേരളത്തിന്റെ നവോത്ഥാനം സമഗ്രമായിരുന്നു. മറ്റ് പല നവോത്ഥാനങ്ങൾക്കും ഇങ്ങനെ പറയാൻ കഴിയില്ല. അത് മാത്രം ചരിത്രം പഠിപ്പിച്ചാൽ നമുക്ക് അങ്ങനെ പറയാം. ഞാൻ ഇനി പോകുന്നില്ല. പക്ഷെ കേരളത്തിന് പ്രത്യേകതയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ചരിത്ര പശ്ചാത്തലം അതാണ്. ലോകം കണ്ട ഏറ്റവും സമഗ്രമായിട്ടുള്ള നവോത്ഥാനം നടന്നത് കൊച്ചി കേരളത്തിലാണ്. കാരണം എല്ലാ വിഭാഗം ജനങ്ങളും നവോത്ഥാന പ്രക്രിയയിൽ പങ്കാളികളായി. അങ്ങനെയാണ് നവോത്ഥാനം കേരളത്തിൽ ആശയതലത്തിൽ ഉയർന്നുവന്നത്. പക്ഷെ ആശയതലത്തിൽ ഉയർന്നു വന്നത് പ്രാവർത്തികമാകണം. അതാണ് രണ്ടാമത്തെ ഘട്ടം. നവോത്ഥാനത്തിൽ ഓരോ ഘട്ടങ്ങൾ ചുരുക്കി പറയാം. ആശയതലത്തിൽ ശ്രീനാരായണൂരും അയ്യങ്കാളിയും പത്തമ്മൂരും ചാവറയച്ചനും അയ്യാവ സ്വാമികളുടെ ആശയ പശ്ചാത്തലത്തിൽ ഉയർത്തിയ ആശയങ്ങൾ ഈ സമൂഹത്തിൽ എല്ലാ മനസ്സിനെയും മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരുന്നു. സമ്പന്നമായ, സമ്പുഷ്ടമായ, സമൃദ്ധമായ മാറ്റത്തിന്റെ ആശയങ്ങളായിരുന്നു അവർ നൽകിയത്. ശരി,
അത്രയും പോലെ അത് മണ്ണിലെത്തണം. അത് മണ്ണിൽ മാറ്റങ്ങളായി നമുക്ക് കാണാൻ പറ്റണം. അതിന് തുടർ ഘട്ടങ്ങൾ വേണം. ആദ്യഘട്ടം സാഹിത്യമാണ്, സാംസ്കാരിക മേഖലയാണ്. അപ്പോൾ നവോത്ഥാനത്തിന്റെ ആദ്യം ആശയോത്പാദനം, രണ്ടാമത്തെ ഘട്ടം സാംസ്കാരിക മേഖല അതിനെ ഏറ്റെടുക്കുക. എങ്ങനെ ഏറ്റെടുക്കുക? ഈ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കവിതകൾ, കഥകൾ, നോവലുകൾ, മറ്റ് സാഹിത്യ സൃഷ്ടികൾ, ശില്പങ്ങൾ, ചിത്രങ്ങൾ, അതുപോലെ തന്നെ നാടകങ്ങൾ, കഥകളി പോലെ തന്നെ എല്ലാ തരത്തിലുള്ള രൂപഭാവങ്ങളിലും ഈ ആശയം ഉൾക്കൊള്ളുവാനുള്ള ശ്രമം നടക്കുക. അത് 4 മണിക്കൂറുകൾ പറയാവുന്ന വിഷയമാണ്. അക്കാലത്തെ ആ സംക്രമണം നടക്കുന്ന കാലഘട്ടത്തെ സാഹിത്യ രൂപങ്ങൾ എടുത്താൽ ഇത് വ്യക്തമാണ്. നോവലെടുത്തോളൂ, കഥ എടുത്തോളൂ, കവിത എടുത്തോളൂ. മലയാളത്തിൽ കവിത ഉണ്ടായിരുന്നില്ല, മലയാളത്തിൽ സാഹിത്യ സൃഷ്ടികൾ ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത്. മണിപ്രവാള സാഹിത്യം എന്ന് കേട്ടിട്ടുണ്ടാവും. സംസ്കൃതമാണ് പ്രധാനം. ദ്രാവിഡ ഭാഷയുണ്ട്, എന്തൊക്കെയോ ചില മലയാള വാക്കുകളുമുണ്ട്. അങ്ങനെ ആർക്കും മനസ്സിലാകാത്ത മണിപ്രവാള സാഹിത്യത്തിൽ കേരള സാഹിത്യം, മലയാള സാഹിത്യം നിൽക്കുക. നവോത്ഥാനത്തിന് പറ്റിയ സാംസ്കാരിക അന്തരീക്ഷം അല്ല അത്. എന്തുകൊണ്ട്? സാഹിത്യ ലോകത്തേക്ക്, കാൽപ്പനിക ലോകത്തേക്ക്, ഭാവനാലോകത്തേക്ക് സാധാരണക്കാരുടെ മനസ്സ് ഉയരാനുള്ള അവസരം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഈ ഭാഷ വായിക്കാൻ ജനങ്ങൾക്ക് അറിയില്ല. അത് വായിച്ചിട്ട് വേണം കഥാലോകത്തേക്ക്, സാഹിത്യ ലോകത്തേക്ക് മനസ്സിനെത്താൻ പറ്റാത്ത രീതിയിലുള്ള അപകടകരമായ ഭാഷാ കൂട്ടായിരുന്നു അന്നുണ്ടായിരുന്നത്. ലീലാതിലകം എന്നൊക്കെ പറയുന്ന സാഹിത്യ സൃഷ്ടി വളരെ മനോഹരമായ സൃഷ്ടിയാണ്. പക്ഷെ ആർക്കും അതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. കാരണം ഭാഷ എന്ന് പറയുന്നതല്ല. അപ്പൊ നവോത്ഥാനത്തിന് ആദ്യം എന്താ വേണ്ടത്? എല്ലാവർക്കും സാഹിത്യ ലോകത്തേക്ക്, സാംസ്കാരിക ലോകത്തേക്ക് എത്തുവാനുള്ള ഭാഷ വേണം. നവോത്ഥാനത്തിലെ ആശയങ്ങളുടെ തുടക്കം എന്ന രീതിയിൽ അങ്ങനെയാണ്. വാസ്തവത്തിൽ ശ്രീനാരായണന് മുമ്പ് തന്നെ അത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് എഴുത്തച്ഛൻ, തുഞ്ചത്ത് എഴുത്തച്ഛൻ ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നത്. മലയാളത്തിൽ കവിത എഴുതണം, മലയാളത്തിൽ മലയാളം മാതൃഭാഷയിൽ കവിത എഴുതണം, മാതൃഭാഷയിൽ കഥ എഴുതണം. ഇത് നവോത്ഥാനത്തിന്റെ വലിയ ഘട്ടമാണ്. അങ്ങനെ എഴുതി ജനങ്ങൾക്കെല്ലാം കവിത വായിക്കാൻ പറ്റി, കഥ വായിക്കാൻ പറ്റി, ആശയബോധത്തെത്താൻ പറ്റി. അത് വീണ്ടും ജനകീയമാകുന്നു. നവോത്ഥാനത്തിന്റെ അടുത്ത ഘട്ടം ജനകീയമാകുന്നു. കുഞ്ചത്തമ്പ്യാർ ഏത് കവിത വായിച്ചാൽ ആർക്കും മനസ്സിലാകും. മക്കളാ നമ്മുടെ മാതേ കിടക്കുന്ന മനസ്സിലാകാത്തത്. അതിനുശേഷം അതിനേക്കാൾ ജനകീയമായി ചങ്ങമ്പുഴ വരുന്നു. ചങ്ങമ്പുഴയുടെ ഏത് കവിത വായിച്ചാലാണ് മനുഷ്യ മനസ്സ് വരാത്തത്? നവോത്ഥാനത്തിന്റെ പാതയാണ്. അങ്ങനെ മനുഷ്യ മനസ്സുകളുടെ കാൽപ്പനിക ലോകത്തേക്ക്, ആധുനിക ലോകത്തേക്ക്, ഭാവനാസമ്പന്നമായ ലോകത്തേക്ക് ഒക്കെ എത്തുകയാണ്. നവോത്ഥാനത്തിന്റെ ഘട്ടങ്ങളാണ്. അപ്പോഴാണ് ചിന്തിക്കുന്നത്, സമത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴാണ് നല്ല നല്ല ഭാവങ്ങളെക്കുറിച്ച്, പുരോഗമനാശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. മറ്റു ചിന്തിക്കാൻ വിട്ടിരുന്നില്ല പ്രതിരോധ സംസ്കാരം. സാഹിത്യം അരുത്, വിദ്യാഭ്യാസം അരുത്. അങ്ങനെ വന്നു. അതിനുശേഷം പിന്നെ ആധുനിക കാലഘട്ടം വന്നു. അയ്യപ്പണിക്കർ വരുന്നു, സച്ചിദാനന്ദ ഭാഷ വരുന്നു, അങ്ങനെ ആചാര്യദേവൻ വരുന്നു, അങ്ങനെ ആധുനിക കവിതകൾ വരുന്നു. അതിനുശേഷം കടമനിട്ട് വരുന്നു. അതിനേക്കാൾ ഉയരത്തിലേക്ക് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ ഉൾപ്പെടെ പുരോഗമന തലത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകും മനോഹരമായിട്ടുള്ള കവിതകൾ. വയലപ്പൊടി എഴുതുന്നു, ചോര കുടിക്കും ചെറുകൈകളെ പേരുക വന്നി പന്തങ്ങൾ. എന്ത് മനോഹരമായ സമൂഹത്തിന്റെ മനസ്സിലേക്ക് ഒരു കൊച്ചു കൈകളെ പോലെ എത്തിക്കുന്നു. ചോര കുടിക്കും ചെറുകൈകളെ നിങ്ങൾ വരൂ, ഈ ബന്ധങ്ങൾ കയറൂ, സമൂഹത്തിൽ എത്തിക്കൂ, സമൂഹത്തിന്റെ മനസ്സിൽ നിറയൂ, സമൂഹത്തിന്റെ മനസ്സിൽ അധമ ചിന്തകളെ അകറ്റൂ, കൂടുതൽ മാനവീയതയിലേക്ക് ഉയരൂ. അങ്ങനെ സാഹിത്യ ലോകം വളരണം. വീട്ടിൽ കണ്ടതിൽ പാടുന്ന നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്
അടുക്കളയിൽ നിന്ന് അടുക്കളയ്ക്കുള്ളിലേക്ക് എന്ന ഒരാശയം നിൽക്കുന്ന ഒരു കാലത്ത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം വരികയാണ്. അതുണ്ടാകുന്ന ഒരു സ്പ്ലിറ്റ്, അതുണ്ടാകുന്ന ഒരു ആവേശം, അതുണ്ടാക്കുന്ന ഒരു മാറ്റം മനസ്സിൽ പ്രളയം സൃഷ്ടിക്കുകയാണ്. അങ്ങനെയാണ് ആ നാടകം. ഇത്തരത്തിൽ മനുഷ്യൻ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. ആ നാടകം നവോത്ഥാനത്തിന് ശേഷമുള്ള സാഹിത്യ ലോകത്തിന്റെ ഏറ്റവും മൂർത്തമായ ഉദാഹരണം. സമയമുണ്ടെങ്കിൽ ആ കഥയിൽ ഇന്നത്തെ അവസ്ഥയിൽ ചേർത്ത് ഞാൻ പറയാം. സമയമുണ്ടെങ്കിൽ സൂചിപ്പിക്കണം. അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഘടകം. രണ്ടാമത് ആശയോത്പാദനം ശ്രീനാരായണ ഗുരുവിന്റെ ശേഷം അത് മണ്ണിലെത്തിക്കാൻ, വിവിധ മനസ്സുകളിലെത്തിക്കാൻ സാംസ്കാരിക മേഖല ഇടപെടുന്നു. രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടം അങ്ങനെ വെറുതെ എത്തിച്ചാൽ പോലും അത് ജനകീയമായി ചർച്ച ചെയ്ത് ജനങ്ങളുടെ മനസ്സ് നിറയ്ക്കണം. അതാണ് ഗ്രന്ഥശാലാ പ്രസ്ഥാനം. അങ്ങനെയാണ് വായനശാലകൾ ഗ്രാമങ്ങളിൽ വരുന്നത്, ഓരോ ഗ്രാമത്തിലും വരുന്നത്. ആ വായനശാലയിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളെ കുറിച്ച്, ആശയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു, കവിതകളെ കുറിച്ച് ചർച്ച ചെയ്തു, സംവാദങ്ങൾ നടത്തി. അങ്ങനെ ജനങ്ങളുടെ മനസ്സിലെത്തിച്ചു. പുരോഗമനപരമായ അന്തരീക്ഷം. ഇതൊന്നും പോരാ. നവോത്ഥാനം മണ്ണിൽ ഉറക്കാൻ ഇതൊന്നും പോരാ. പിന്നെന്താ വേണ്ടത്? നവോത്ഥാന ആശയങ്ങൾ മണ്ണിൽ പകർത്താൻ പറ്റിയ രാഷ്ട്രീയ പ്രസ്ഥാനം മണ്ണിലുണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നയങ്ങൾ മാറണം, നിയമങ്ങൾ മാറണം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ കൂടുതൽ സങ്കല്പങ്ങൾ മാറണം. ആ കൂടുതൽ ഉടമസ്ഥത ഇല്ലാതാവണം. വിദ്യാഭ്യാസത്തിന്റെ രീതിശാസ്ത്രം മാറണം, നിയമങ്ങൾ മാറണം, ഭരണകൂടത്തിന്റെ ഇടപെടൽ ഉണ്ടാവണം. ജനകീയ പ്രസ്ഥാനം വേണം, രാഷ്ട്രീയ പ്രസ്ഥാനം വേണം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വേണം, ഇടതുപക്ഷാശയം വേണം. ഇതാണ് അത് മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണം പറയാം. അപ്പൊ ക്ലിയർ. ഇക്കാലത്ത് നവോത്ഥാനത്തിൽ നമ്മുടെ കാലത്തല്ല, ഈ കാലത്ത് അറേബ്യൻ നാടുകളിൽ വലിയ നവോത്ഥാന ചിന്തകളുണ്ടായി. ഞാനൊക്കെ ഒരുപാട് സന്തോഷിച്ചതാണ്. ഒരുപാട് ലേഖനങ്ങൾ, പുസ്തകങ്ങൾ വരുത്തി വായിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് മുല്ലപ്പൂ വിപ്ലവം. കേട്ടിട്ടുണ്ടാവുന്നില്ല? മുല്ലപ്പൂ വിപ്ലവം. അറേബ്യൻ നാടുകളിൽ നവോത്ഥാനം ചിന്തിച്ചു നോക്കൂ. എന്ത് മനോഹരമായ ഒരു ആശയം. ലോകത്ത് ഏറ്റവും കൂടുതൽ മാനവികത വളരേണ്ട ഒരു പ്രദേശത്ത് അത് വളരാനുള്ള തുടക്കം കുറിക്കുന്നു മുല്ലപ്പൂ വിപ്ലവം. അത് അറേബ്യൻ നവോത്ഥാനം. എന്ത് മനോഹരമായ ആശയങ്ങളായിരുന്നു, എന്ത് മനോഹരമായി അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. നോക്കൂ, ഇന്നെന്താ അവസ്ഥ? ഇന്നെന്താ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ അവസ്ഥ? അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും ആർക്കും ഇന്ന് അറിയില്ല. അത് അന്തരീക്ഷത്തിൽ ലയിച്ചുപോയി. ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റാത്ത വിധം അന്തരീക്ഷത്തിൽ അത് ലയിച്ചുപോയി. എന്തേ കാരണം? കേട്ടോളൂ, എന്തേ കാരണം? മുല്ലപ്പൂ വിപ്ലവത്തിലൂടെ വളർന്നു വരുന്ന നവോത്ഥാനാശയങ്ങൾ, സമത്വാധിഷ്ഠിതമായ നവോത്ഥാനാശയങ്ങൾ നടപ്പിലാക്കാൻ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നില്ല. സംശയം. എന്തുകൊണ്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു? ഈ പറയുന്ന പ്രതിലോമ സംസ്കാരത്തിൽ നവോത്ഥാനത്തോടുള്ള ഉന്നത സംസ്കാരത്തിലേക്ക് ഉയർന്നു വന്നാൽ അത് മനുഷ്യ മനസ്സിൽ പോലെ മണ്ണിൽ പ്രാവർത്തികമാക്കി നടപ്പിലാക്കാൻ രാഷ്ട്രീയ ഇടപെടൽ വേണം. അത് നടത്താൻ പറ്റുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് മറക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് അങ്ങനെ ആ നവോത്ഥാനം ഗൾഫ് നാടുകളിൽ ഇല്ല. പിന്തുടരാൻ, അതിനെ പ്രാവർത്തികമാക്കാൻ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. ഉണ്ട്, പക്ഷേ നാമമാത്രം. കേരളത്തിൽ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോഴത്തേക്കും അധികാരത്തിൽ വന്നു? ഈ നവോത്ഥാന ആശയങ്ങൾ, ജനങ്ങൾക്ക് ശരിയെന്ന് തോന്നിയ ആശയങ്ങൾ ആ അർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ആശയോത്പാദനവും സമരവും നടത്തി രാഷ്ട്രീയ പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ നവോത്ഥാനത്തിന്റെ ശില്പികളെന്ന് പോലും, നവോത്ഥാനത്തിന്റെ മണ്ണിലുള്ള വർത്തമാന പ്രയോഗതാക്കൾ എന്ന് പോലും തിരിച്ചറിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആയതുകൊണ്ട്
ലോകം മുഴുവൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വളർച്ച എന്ന ആ പശ്ചാത്തലം, സോവിയറ്റ് യൂണിയന്റെ വളർച്ചയിലൂടെയുള്ള പശ്ചാത്തലം കൂടിക്കണക്കിലെടുത്ത് കേരളത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ 57-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയാണ്. ഇതാണ് നവോത്ഥാനം. നവോത്ഥാനത്തെ തുടർന്നുള്ള രാഷ്ട്രീയ മാറ്റം. അപ്പം അതിനെ ഞാൻ തിരിച്ച് ഒന്നുകൂടി പോയി ആ മാറ്റത്തെ ഇങ്ങനെ ഒന്നുകൂടി പറയുന്നു. ഓർക്കാൻ, ഈ മാറ്റം ജാതി കേന്ദ്രീകൃത വ്യവസ്ഥയിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃത വ്യവസ്ഥയിലേക്കുള്ള മാറ്റമാണ്. നോവലുകളും കഥകളും എല്ലാം മനുഷ്യ കേന്ദ്രീകൃതമായി. MT വാസുദേവനാരുടെ നോവലുകൾ, സിനിമ, എത്രയോ സിനിമകൾ നോക്കൂ. അതിലെങ്ങനെയാണ് ഒരു സാഹിത്യ രംഗത്ത് ഇടതുപക്ഷ ആശയം വരുന്നത് നോക്കുമ്പോൾ MTയുടെ കഥകളുടെ പ്രധാനം പഴയ തറവാടുകളാണ്. മന വലിയ തറവാട്. അവിടെ ജീവിതം ദുരിതമാണ്. സ്ത്രീകൾ അടുക്കളയിലും മരക്കുടക്കുള്ളിലും അങ്ങനെ ജീവിതം നരകിച്ചു തീർക്കുന്നവരാണ്. ഒരു കാരണവരാധിപത്യത്തിന് കീഴിൽ ആ ദുരിതം ആ ജനങ്ങൾ മുഴുവൻ അനുഭവിക്കുകയാണ്. ആ അനുഭവം ചിത്രീകരിക്കല്ല MT ചെയ്തത്. ആ അനുഭവം പച്ചയായി ചിത്രീകരിക്കല്ല MT ചെയ്തത്. അത് റിയലിസത്തിന്റെ മറ്റൊരു ഭാവമാണ്. റിയലിസം എന്ന് പറഞ്ഞാൽ ആ കാണുന്നത് എന്താണോ അത് കൃത്യമായി വിവരിക്കുക. ആ വിവരണത്തിൽ നോവലിൽ കഥകളുണ്ട്. പക്ഷേ നവോത്ഥാനാശയതല്ല. നവോത്ഥാനാശയം കൊണ്ട് നോവലതല്ല. അവിടെ ആ അടിച്ചമർത്തൽ നടക്കുന്നതിനിടയിൽ ഒരു വ്യക്തി അതിനെല്ലാം എതിർക്കുന്നതായി കാണാം. ആ കഥാപാത്രമാണ് കേന്ദ്ര കഥാപാത്രം. ആ കമ്മ്യൂണിസ്റ്റുകാരൻ, ആ റവല്യൂഷൻ, അതായത് ആ വിപ്ലവകാരി, അതിനുള്ളിൽ അമ്മാവനെയും അതുപോലെ ആധിപത്യത്തിന്റെ ചുക്കാൻ പിടിക്കുന്നവരെയും ശക്തമായി എതിർക്കുകയും സ്ത്രീയുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് ശക്തമായി സമൂഹത്തോട് പറയുകയും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ശക്തമായി നിൽക്കുകയും ചെയ്തുകൊണ്ട് പലരും അത്തരത്തിൽ തീരാ ദുരിതം അനുഭവിച്ച് തല്ലുകൊണ്ട് ചത്തുപോകേണ്ട അവസ്ഥ വരെ ഉണ്ടായി. പക്ഷേ ആ ചെറിയ ബിംബം അതുവരെ ഇല്ലാതിരുന്ന ആ ബിംബം ഉണർന്നു വന്നത് നവോത്ഥാനത്തിലൂടെയാണ് എന്ന് തിരിച്ചറിയണം. ഇത് സാംസ്കാരിക ഭാഷയാണ്. അങ്ങനെ MTയുടെ കഥാപാത്രത്തിൽ, MTയുടെ കഥയിൽ അത് വന്നു. നവോത്ഥാനത്തിന് മുമ്പാണെങ്കിൽ അത് വരില്ല, നവോത്ഥാനത്തിന് ശേഷം അത് ഉണരുന്നു. അങ്ങനെ ആ ഉണർച്ച നമുക്ക് മനസ്സിലാക്കി നോക്കൂ. കാണുന്നവർക്കും വായിക്കുന്നവർക്കും എല്ലാം ഒരു ഇയാളാണ് ശരി. മറ്റൊരു ഭാഷ കമ്മ്യൂണിസമാണ് ശരി എന്നാണ്. എത്ര മനോഹരമായിട്ടാണ് സാംസ്കാരിക ഭാഷയിലൂടെ ആശയങ്ങൾ മനസ്സിലെത്തിക്കുന്നത്. നാം അറിയാതെ ശരിയേത് തിരിച്ചറിയാൻ കഥാപാത്രത്തെ ഇടുന്നു. ആ കഥാപാത്രം തല്ലുകൊണ്ട് ചാവുന്നു, ധാരാളമുണ്ട്. പക്ഷെ ആ കഥാപാത്രമാണ് മനസ്സിൽ നിൽക്കുക. ഇതാണ് ശരി. ഈ ആശയം വളർന്നാലേ നമ്മുടെ സമൂഹത്തിന്റെ രക്ഷയുള്ളൂ. ഇതാണ് കമ്മ്യൂണിസത്തിന്റെ വളർച്ച. അങ്ങനെ നവോത്ഥാനത്തെ കുറിച്ച് പറയാൻ മണിക്കൂറുകൾ വേണം. ഞാൻ ദീർഘിപ്പിക്കുന്നത് ഓരോ കഥയും കവിതയും നാടകവും ഒക്കെ എടുത്ത് വിസ്തരിച്ച് പറയാം. ശരി, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു, അധികാരത്തിൽ വന്നു. തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം എന്താണ്? ഈ നവോത്ഥാനം മണ്ണിൽ പ്രാവർത്തികമാക്കണം. പ്രാവർത്തികമാക്കാൻ അധികാരത്തിൽ ഇരുന്നാൽ മാത്രം പോരാ. ഇന്ത്യൻ ഭരണകൂടത്തിന്റെ വർഗ സ്വഭാവം നമുക്കറിയാം. ആ വർഗ സ്വഭാവത്തിന് കീഴിൽ ഒരു കൊച്ചു സംസ്ഥാനത്തിൽ നിന്ന് സോഷ്യലിസം നടപ്പാക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ പാർട്ടി അവിടെ ഇരുന്നുകൊണ്ട് സമരത്തിലൂടെ കേരളത്തെ വീണ്ടും നവോത്ഥാനത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആദ്യ ഭൂപരിഷ്കരണം എന്ന ആശയമുണ്ടായത്. ഫ്യൂഡലിസത്തെ തകർത്തുകൊണ്ടല്ലാതെ നവോത്ഥാനം ഇവിടെ ഉറപ്പാക്കാൻ പറ്റില്ല. ഫ്യൂഡലിസത്തെ തകർത്തുകൊണ്ടല്ലാതെ ഇവിടെ ഈ പറയുന്ന നവോത്ഥാനാശയം നടപ്പിലാക്കാൻ പറ്റില്ല. ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകിക്കൊണ്ടല്ലാതെ നവോത്ഥാനാശയം നടപ്പിലാക്കാൻ പറ്റില്ല. പൊതുവിദ്യാഭ്യാസം, എല്ലാവർക്കും ചികിത്സ എന്ന ജനകീയ ആരോഗ്യ സംവിധാനം നടപ്പിലാക്കാതെ കേരളത്തിൽ നവോത്ഥാനാശയം നടപ്പിലാക്കാൻ പറ്റില്ല. പൊതു ആരോഗ്യ സംവിധാനം
സംവിധാനം, പൊതുവിതരണ സംവിധാനം 57 ഗവൺമെന്റ് തന്നെ നവോത്ഥാനത്തെ തുടർന്നുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇടപെടൽ സാർത്ഥകമാക്കുന്ന നയങ്ങൾ നടപ്പിലാക്കിയെന്ന് ഞാൻ സൂചിപ്പിച്ചുള്ളൂ. അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അതിനെക്കുറിച്ച് പറയാൻ മണിക്കൂറുകൾ വേണമെന്നും നിങ്ങൾക്കറിയാം. ശരി, അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ കേരളം വളരെയാണ്. നവോത്ഥാനത്തെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇടപെടലെ തുടർന്ന് പൊതുവിദ്യാഭ്യാസം, പൊതുവാരോഗ്യം, ഭൂപരിഷ്കരണം എല്ലാം നടന്ന് പിന്നീട് നടന്നതൊക്കെ ശരിയാണ്. നടന്ന് കേരളം ലോകത്തിന്റെ നെറുകയിലെത്തി. കേരളം ലോകത്തിന്റെ നെറുകയിലെത്തി. ഭ്രാന്താലയം എന്ന് പറഞ്ഞിരുന്ന കൊച്ചു കേരളം, ഭ്രാന്താലയം എന്ന് പറയുന്ന കൊച്ചു കേരളം മാനവികതയുടെ ഇറ്റില്ലമാണ് എന്ന് ലോകത്തിന് മനസ്സിലായി. വർഷങ്ങൾക്ക് ശേഷം ഈ തുടർച്ച, അനിവാര്യമായ തുടർച്ച അനസ്യൂതമായി ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഭ്രാന്താലയം ലോകത്തിന്റെ നെറുകയിലെത്തിയത്. ജാതികേന്ദ്രീകൃത വ്യവസ്ഥ മാനവികതയുടെ ഏറ്റവും ഉയരത്തിലെത്തിയത്. അങ്ങനെ കേരളത്തിന്റെ വളർച്ചയുടെ ചരിത്രത്തിലെ ഒരു ഏട് ഇങ്ങനെ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, അങ്ങനെ കേരളം പോയിരുന്നെങ്കിൽ ആലോചിച്ചു, അതേ രീതിയിൽ കേരളം പോയിരുന്നുവെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ സ്ഥിരമായി ഇത്തരത്തിലുള്ള ആശയം കൊടുക്കത്തക്ക രീതിയിൽ ഭരണത്തിലുണ്ടായിരുന്നെങ്കിൽ, സജീവമായിരുന്നെങ്കിൽ, കേരളം ഇന്ന് മാനവികതയുടെ വളർച്ചയിൽ ലോകത്ത് ഏറ്റവും ഉത്തമമായ മാതൃകയാകും. ഇപ്പോഴങ്ങനെ തന്നെ എങ്കിലും ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാകുമായിരുന്നു എന്നതാണ് സത്യം. അങ്ങനെ പറയുമ്പോൾ എവിടെയോ തകരാറുണ്ടായില്ലോ എന്നൊരു ചോദ്യം മനസ്സിൽ വരും. എവിടെയോ ഭംഗം വന്നല്ലോ എന്നൊരു ചോദ്യം മനസ്സിൽ വരും. യെസ്, അതൊക്കെ പ്രശ്നം. അത് വന്നത് 1991-ലാണ്. ആ മാറ്റം കേരളത്തിൽ വരുന്നത് 1991 മുതലാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് നവലിബറൽ സാമ്പത്തിക നയങ്ങളെന്നാണ്. ധനമൂലധനത്തിന്റെ സർവാധിപത്യം, ആഗോളവൽക്കരണത്തിന്റെ നിർവചനം അതാണ്. It is nothing but declaration of the finance capital എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ ധനമൂലധനത്തിന്റെ സർവാധിപത്യം, അതിനുള്ള വഴി നമ്മൾ ഒരുക്കി കൊടുത്തത് 1991-ലാണ്. കേരളമല്ല രാജ്യം. അന്ന് നരസിംഹറാവ് പ്രധാനമന്ത്രി, മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനമന്ത്രിയുമായിരുന്നു. ആ നവലിബറൽ സാമ്പത്തിക നയം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കണം. അന്ന് നമ്മുടെ രാജ്യം വലിയൊരു ഭീഷണിയെ നേരിട്ട് തുടർന്നാണ്. ഞാൻ പലപ്പോഴും പറയും, ഇന്ത്യയുടെ ചരിത്രത്തിൽ, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ പോരാ, ഇന്ത്യയുടെ ചരിത്രത്തിൽ കറുത്ത വർഷമാണ് 1991. അന്നാണ് ഈ നവലിബറൽ സാമ്പത്തിക നയങ്ങൾ വന്നത്. എങ്ങനെയാണ് അത് ഇങ്ങനെ അപകടകരമായ നയമായി മാറിയത്? സിമ്പിൾ, വളരെ ലളിതം. ഈ നയം കേന്ദ്രമാക്കുന്നത് ജാതിയെയല്ല. ഈ നയം കേന്ദ്ര ബിന്ദുവാക്കുന്നത് മനുഷ്യനെയല്ല. ഈ നയം കേന്ദ്ര ബിന്ദുവാക്കുന്നത് കമ്പോളത്തെയാണ് എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. എല്ലാ മേഖലകളുടെയും കേന്ദ്ര ബിന്ദു കമ്പോളമാണ്. ഗ്ലാസ്ഗോ സമ്മിറ്റ് കഴിഞ്ഞപ്പോൾ മൂലധനം എല്ലാത്തിനെയും ഇങ്ങനെ കാണും. ഗ്ലാസ്ഗോ സമ്മിറ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ദിവസങ്ങളോളം നീണ്ടുനിന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ലോകരാജ്യങ്ങളുടെ സമ്മിറ്റ്. അങ്ങനെ ഗ്ലാസ്ഗോ സമ്മിറ്റിൽ അവസാനം എന്താ തീരുമാനിച്ചെന്ന് പറയുമോ? കേരളത്തിൽ പ്രളയമുണ്ടായി, തമിഴ്നാട്ടിൽ പ്രളയമുണ്ടായി, ലോകരാജ്യങ്ങളിൽ പ്രളയമുണ്ടായി, പലതരത്തിലുള്ള വിവിധ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ചർച്ച നടന്നു. എന്തിനീ ചർച്ച? ഇനി അത്തരത്തിലൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ ലോകരാജ്യങ്ങൾ എന്ത് ചെയ്യണം എന്നതിലേക്ക് ചർച്ച പോകേണ്ടത്. എവിടെ കൊണ്ടെത്തിച്ചുമോ? ഇതൊക്കെ വന്നില്ലേ? ഇതൊക്കെ ശരിയല്ലേ? അതൊക്കെ ഇനി തിരിച്ചെടുക്കണ്ടേ? വേണം. ആ പ്രശ്നങ്ങൾ മറികടക്കാൻ എത്ര മൂലധനം നിക്ഷേപിക്കാൻ പറ്റുമെന്ന കണക്കിലേക്കാണ് ഗ്ലാസ്ഗോ സമ്മിറ്റ് എത്തിയത്. അതും കമ്പോളായി. ലോകത്തിന്റെ കമ്പോള താല്പര്യങ്ങളിലുണ്ടായ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ മറികടക്കാനുള്ള വലിയ സമ്മിറ്റ് പോലും കമ്പോളത്തിൽ എത്തിച്ചേർന്നു.
എത്ര മൂലധനം മുടക്കാം ഇവിടെ എന്നിടത്തേക്ക് ഫോക്കസ് വന്നു. കമ്പനികളുടെ ശ്രദ്ധ മുഴുവൻ അവിടെയായി, രാജ്യങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അവിടെയായി, കമ്പോളത്തിലേക്കാണ് എല്ലാം. കൃഷിഭൂമി ആരുടേത്? കർഷക സമരം നടന്നു. ആ കർഷക സമരത്തിലൂടെ കൃഷിഭൂമി കച്ചവടമല്ല എന്ന രീതിയിൽ മാറ്റാൻ കർഷകർക്ക് കഴിയുന്നു എന്നുള്ളത് പറഞ്ഞേക്കാം. ഞാൻ പിന്നീട് പറയാം. അത് ഭൂമിയെയും വെള്ളത്തെയും വെളിച്ചത്തെയും എല്ലാം കച്ചവട ചരക്കാക്കി മാറ്റുന്ന, കമ്പോളമാക്കി മാറ്റുന്നു. അങ്ങനെയെല്ലാം കമ്പോളത്തിനൊരു നൈതികതയുള്ളൂ, ഒറ്റ നൈതികത. ഇതാണ് സാംസ്കാരിക ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. കമ്പോളത്തിന്റെ നൈതികത എല്ലാം ഉൾക്കൊള്ളലല്ല. കമ്പോളത്തിന്റെ നൈതികത എല്ലാം ഉൾക്കൊള്ളലല്ല. മാനവികതയുടെ നൈതികത എല്ലാം ഉൾക്കൊള്ളലാണ്. കമ്പോളത്തിന്റെ നൈതികത എല്ലാം തള്ളിക്കളയലാണ്. എല്ലാം തള്ളിക്കളയുക, അതാണ് കമ്പോളം. കമ്പോളത്തിന്റെ താല്പര്യമുള്ളവർ മാത്രം കമ്പോളത്തിൽ മതി. ഈ അങ്ങാടിയിൽ ധാരാളം വസ്തുക്കളുണ്ട്. പട്ടിണി കിടന്ന ഒരു മനുഷ്യൻ പൈസ ഇല്ലാതെ വഴിയിലൂടെ പോയാൽ വിളിച്ചു വരൂ, നിങ്ങൾക്ക് പണം തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധനം തരാമെന്ന് കമ്പോളം പറയൂ. നെവർ. നിങ്ങളുടെ പണം ഉണ്ടെങ്കിൽ ഈ സാധനം തരാം. കമ്പോളത്തിൽ പണത്തിന് മാത്രം സ്ഥാനം, ചരക്കിന് മാത്രം സ്ഥാനം. അവിടെ മാനവികത ഇല്ല. അതുകൊണ്ട് കമ്പോളത്തിന്റെ നൈതികത എല്ലാത്തിനെയും തള്ളിക്കളയുക. മാനവികതയുടെ നൈതികത എല്ലാത്തിനെയും ഉൾക്കൊള്ളുക. ഇവിടെയാണ് നവനവോത്ഥാനത്തിന്റെ പ്രശ്നം വരുന്നത്. നോക്കൂ, ഇന്നത്തെ ഏറ്റവും വലിയ സംഘർഷം ശ്രദ്ധിക്കണേ. ഇന്നത്തെ വർത്തമാനകാലത്തെ രാജ്യം അനുഭവിക്കുന്ന, ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ സംഘർഷം മാനവികതയും കമ്പോളവും തമ്മിലുള്ള സംഘർഷമാണ്. ഇന്നത്തെ സാംസ്കാരിക പ്രശ്നം എന്താ എന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. മാനവികതയും കമ്പോളവും തമ്മിലുള്ള സംഘർഷമാണ്. ആ സംഘർഷം പണ്ടുകൊണ്ടായിരുന്നു ജാതിയും മാനവികതയും തമ്മിലുള്ള സംഘർഷം. ഇന്ന് അത് കമ്പോളവും മാനവികതയും തമ്മിലുള്ള സംഘർഷമായി പ്രത്യേകിച്ച് കേരളത്തിൽ നിൽക്കുന്നു. അവിടെയാണ് മറ്റൊരു നവോത്ഥാനത്തിന്റെ ആവശ്യകത വരുന്നത്. അതിനെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. കമ്പോളവും മാനവികതയും തമ്മിലുള്ള സംഘർഷത്തിൽ നമ്മൾ ആരുടെ പക്ഷത്താണ്? അതിലേതിനെയാണ് വികസിപ്പിക്കുവാനും വിടർത്തിയെടുക്കാനും അടർത്തിയെടുക്കാനും വളർത്തുവാനും വികസിപ്പിക്കുവാനും ശ്രമിക്കേണ്ടത്? അവിടെയാണ് നവനവോത്ഥാനത്തിന് ഉത്തരം വരുന്നത്. അതിനുള്ള പാതകൾ ഒരുക്കുന്നതാണ് നവനവോത്ഥാനത്തിലേക്കുള്ള പാത. മാനവികതയെ രക്ഷിക്കാൻ, മാനവികതയെ ഉയർത്താൻ, കമ്പോളത്തെ തളർത്താൻ, കമ്പോളത്തെ തകർക്കാൻ, മാനവികതയെ ഉച്ചോത്തരോത്തരം ഉയർത്തിക്കൊണ്ട് വീണ്ടും ഒരു നവോത്ഥാനം സൃഷ്ടിക്കേണ്ട കാലഘട്ടം ഇതാ സംജാതമായിരിക്കുന്നു. അല്ലാത്ത പക്ഷം പരിസ്ഥിതിക്ക് പോലും രക്ഷയില്ലാത്ത സാഹചര്യം, എല്ലാം തകർന്നറിയുന്ന സാഹചര്യം നമ്മുടെ മുന്നിൽ കാണുന്നു. ഇന്നത്തെ ഒരവസ്ഥയിൽ കമ്പോളം എല്ലാം കീഴടക്കി കഴിഞ്ഞാൽ നവോത്ഥാനത്തിലൂടെ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാനവികതയെ കീഴടക്കി കമ്പോളം സർവാധിപത്യം നേടുന്ന സാഹചര്യം ഉണ്ടാവാൻ പോവാണ്. മാനവികത കീഴടക്കി കമ്പോളം സർവാധിപത്യം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവിടെ ജീവിക്കാൻ രക്ഷയുണ്ടാവില്ല. ഇവിടെ മൂലധനത്തിന്റെ താല്പര്യം മാത്രം സംരക്ഷിക്കപ്പെടും. ഇവിടെ മൂലധനാധിഷ്ഠിതമായ സമസ്ത വികസനവും നടക്കും. അതുകൊണ്ട് നവനവോത്ഥാനം എന്ന ആശയം ജാതി കേന്ദ്രീകൃത വ്യവസ്ഥയിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃത വ്യവസ്ഥയിലേക്ക് മാറ്റിയതുപോലെ കമ്പോള കേന്ദ്രീകൃത വ്യവസ്ഥയിൽ നിന്നും മാനവിക കേന്ദ്രീകൃതമായ വ്യവസ്ഥയിലേക്ക്, മനുഷ്യ കേന്ദ്രീകൃത വ്യവസ്ഥയിലേക്ക് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതിനെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അതിലേക്കുള്ള കരുക്കളാണ് നീങ്ങുന്നത്. അത് പക്ഷേ പണ്ട് ചെയ്തതുപോലെ ആകിയെന്ന് വരില്ല. ആധുനിക സാഹിത്യവും ആധുനിക രാഷ്ട്രീയവും ഇതെല്ലാം ഇതിൽ ഇഴചേർന്ന് വരണം.
അവിടെയാണ് കമ്പോളത്തിന്റെ പ്രാധാന്യത്തെ നമുക്ക് തകർത്തു കളയാൻ സാധിക്കുക. അതിലൊന്നാണ് കർഷക സമരത്തിന്റെ വിജയം. അതിലൊന്നാണ് കർഷക സമരത്തിന്റെ വിജയം. എന്താ ആ വിജയത്തിന്റെ ഈ അർത്ഥത്തിന്റെ അടിത്തറ? ഞാൻ കാണുന്നത് ഇത്രയേ ഉള്ളൂ. നോക്കൂ, ജീവിത പ്രശ്നങ്ങളെല്ലാം വർഗപരമാണ് എന്ന ഒരു ധാരണ കമ്മ്യൂണിസ്റ്റുകാർ എന്നും പറയുന്നത് നാം കണ്ടു. ആ തിരിച്ചറിവ് നാം കണ്ടു. ജാതി മത പ്രശ്നമല്ല, ഏത് ജാതിയിലും മതത്തിലും പെട്ട കർഷകരുടെ പ്രശ്നമല്ല. ഇത് കർഷകർ എന്നൊരു വർഗത്തിന്റെ പ്രശ്നമാണ്, വർഗപ്രശ്നമാണ് എന്ന് തിരിച്ചറിവുണ്ടായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സമരത്തിലെ പ്രധാനപ്പെട്ട വിജയമായി ഞാൻ കാണുന്നത്. നവനവോത്ഥാനത്തിന്റെ ഒരു ശിലയിട്ടു എന്ന് പോലും പറയാവുന്ന രീതിയിൽ പ്രശ്നങ്ങൾ വർഗപരമാണ്, പ്രശ്നങ്ങൾ ജാതിപരമല്ല, പ്രശ്നങ്ങൾ മതപരമല്ല, പ്രശ്നങ്ങൾ വംശീയപരമല്ല, പ്രശ്നങ്ങൾ വർഗപരമാണ് എന്ന് ആത്മവൽക്കരണമായ ലളിത അനുഭവത്തിലൂടെ ജനങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. കേരളത്തിൽ ഇന്ത്യയിലെ കർഷകരെ പഠിപ്പിച്ചിരിക്കുന്നു. ആ സമരമാണത്. സർവവും മറന്ന കർഷകരായ മുഴുവൻ കർഷകരും സമരത്തിലേക്ക് വന്നത് വർഗ സമരത്തിന്റെ ഭാഷയാണ്. അവർക്ക് മനസ്സിലാകുന്നു മറ്റൊന്ന്, അവർക്ക് മനസ്സിലാകുന്നു ധനമൂലധനമാണ് ഞങ്ങളുടെ ശത്രു. കേൾക്കണേ, ധനമൂലധനമാണ് ഞങ്ങളുടെ ശത്രു. ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാണ് കർഷകന്റെ ശത്രു? ആരാണ് കർഷകന്റെ പ്രതിബന്ധം? എന്താണ് കർഷകന്റെ പ്രതിബന്ധം? നവനവോത്ഥാനത്തിന്റെ അടിത്തറയാശയം ആരെ പ്രതിബന്ധമോ? ധനമൂലധനമാണ്, ഫിനാൻസ് ക്യാപിറ്റലാണ്. ഫിനാൻസ് ക്യാപിറ്റലാണ് സമസ്ത മേഖലകളുടെയും ശത്രു, കൾപ്രിറ്റ്. ഏത് പണി ഞാനെടുത്ത് പറഞ്ഞുതരാം. ഏത് മേഖലകളോടും ധനമൂലധനമാണ് അതിനെല്ലാം തകർക്കുന്നത് എന്ന് പറയാൻ. അവിടെയാണ് അസമത്വം ഉണ്ടാകുന്നത്, അവിടെയാണ് പാർശ്വവൽക്കരണം ഉണ്ടാകുന്നത്, അവിടെയാണ് അധ്വാനിക്കുന്ന വർഗം ഓരോ നിമിഷവും പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ ശത്രുവായി യഥാർത്ഥത്തിലുള്ള ഈ ചൂഷകവർഗത്തെ തിരിച്ചറിയാൻ കഴിയുന്നുമില്ല. അവിടെയാണ് വീണ്ടും വീണ്ടും പുതിയ നാടകങ്ങൾ ഉണ്ടാകേണ്ടത്. നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങിയ നാടകങ്ങൾ ഉണ്ടാകേണ്ടത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാവും. കർഷക സംഘം ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ടാവും. ഞാൻ അതുകൊണ്ട് അത് വിശദീകരിക്കും വീണ്ടും. പക്ഷെ അതിന്റെ ഒരുപക്ഷെ തിരിച്ചറിയാതെ പോയ പോയിന്റ് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്നാണ്. വർഗപരമായി തിരിച്ചറിവാണ്. വർഗബോധം ഇതാ ഉണർന്നിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ് അത്. അതുപോലെ ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സ്വകാര്യവൽക്കരിക്കുന്നു. ധനമൂലധനം എങ്ങനെ നാടിനെ തകർക്കാൻ പോകുന്നു സിമ്പിൾ ഉദാഹരണം. എന്താ? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ 66 വർഷം മുമ്പ് 5 കോടി രൂപ ചെലവ് ചെയ്തുണ്ടാക്കിയത് 5 കോടി രൂപ. ഇപ്പൊ അതിന്റെ ആസ്തി എത്രയാണെന്നറിയോ? 38 ലക്ഷം കോടി രൂപയാണ്. 38 ലക്ഷമല്ല, 38 ലക്ഷം കോടി രൂപയാണ് അതിന്റെ ആസ്തി. ഓരോ വർഷവും അതിൽ നിന്ന് ലാഭത്തിനെന്നറിയാമോ? 2 ലക്ഷം കോടി രൂപയാണ്. ആ ലാഭം ആർക്കാ കൊടുക്കണമെന്നറിയോ? പൊതുമേഖല എന്നത് സമ്പത്തിന്റെ നീതിപൂർവകമായ വിതരണത്തിന്റെ ഉപകരണമാണ്. അതുകൊണ്ട് ആ പണം ലാഭം ഇവിടുത്തെ നാട്ടുകാർക്ക് കുടിവെള്ളം അല്ലെങ്കിൽ കുടിവെള്ളം എത്തിക്കാൻ, വീടില്ലെങ്കിൽ വീടെത്തിക്കാൻ, ജലസേചന സൗകര്യങ്ങൾ അതെത്തിക്കാൻ, പാവപ്പെട്ടവരുടെ ജീവപ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് ഇങ്ങനെ വിതരണം ചെയ്യപ്പെടാണ്. ഈ LIC എന്തിനാ സൗകര്യമായിട്ടിരിക്കുന്നത്? ചോദ്യം ചോദിക്കുന്നതല്ല. ഈ ചോദ്യം കമ്മ്യൂണിസ്റ്റുകാരെ നാട്ടിൽ ഓരോരുത്തരും ചോദിക്കൂ. നവനവോത്ഥാനത്തിന് വഴിയൊരുക്കൂ. ധനമൂലധനത്തിനെതിരെ മനസ്സൊരുക്കൂ. കമ്പോളത്തിന്റെ ആധിപത്യത്തിനെതിരെ മനസ്സൊരുക്കൂ. എന്തിനാണ് സ്വകാര്യവൽക്കരിക്കുന്നത്? ഞാൻ നിർത്തിയത് ഓരോരുത്തരുടെയും മനസ്സിൽ ഇതുവരെയുള്ള ചിന്തകളുടെ ഉത്തരം വരട്ടെ എന്ന് കരുതിയാണ്. 66 വർഷം കൊണ്ട് 5 കോടി 38 ലക്ഷം കോടി രൂപയായി ആസ്തിയായി ഇന്ന് നമ്മുടെ ആസ്തിയായി നിൽക്കുന്ന LIC. 2 ലക്ഷം കോടി രൂപ ലാഭമുള്ളത് നാട്ടിലെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന LIC. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന LIC. എന്തിനാണ് വിൽക്കണേ? എന്തിനാണ് അത് വിൽക്കണേ? ഒറ്റ കാര്യമുള്ളൂ, ഒരേ ഒറ്റ ലോജിക്കുള്ളൂ. ധനമൂലധനത്തിന് കടന്നു വരാൻ ഒന്നുമില്ല.
ധനമൂലധനത്തിന് ഏറ്റവും ഇഷ്ടമുള്ള മേഖലയാണ് ഈ പറയുന്ന ഈ ഇൻഷുറൻസ് മേഖല. ഫിനാൻസ് ക്യാപിറ്റലിന് ഏറ്റവും ഇഷ്ടമുള്ള മേഖലയാണ് അത്. ആ മേഖലയിൽ ചെടികളെ ആ മേഖലയിൽ അത് പൊതുമേഖലയിലായതുകൊണ്ട് ഭരണകൂടം ജനങ്ങളുടെ നിറഞ്ഞ് പരന്നൊഴുകുകയാണ്. ഒരു വാർഡിനകത്ത് കമ്മ്യൂണിസ്റ്റുകാർ നിറഞ്ഞ് പരന്നൊഴുകുകയാണെങ്കിൽ അവിടെ RSS ഇല്ല. അതുപോലെ ഭരണകൂടം നിറഞ്ഞ് പരന്നൊഴുകുകയാണ് സാമൂഹ്യ മേഖലകളിലെങ്കിൽ അവിടെ ധനമൂലധനത്തിന് സ്ഥാനമില്ല. ധനമൂലധനത്തിന്റെ ആധിപത്യം സ്ഥാപിക്കാൻ അത് പറ്റില്ല എന്നുള്ളതുകൊണ്ട് ധനമൂലധനത്തിന് കടന്നു വരാൻ സ്പേസ് ഉണ്ടാക്കാൻ, ധനമൂലധനത്തിന് കടന്നു വരാൻ സ്പേസ് വാക്കുവാൻ വാക്യൂം ഉണ്ടാക്കാൻ, ശൂന്യത ഉണ്ടാക്കാൻ ഭരണകൂടത്തെ പിൻവലിപ്പിക്കുന്ന ആഗോളവൽക്കരണ നയത്തിന്റെ ഫലമായിട്ട് മാത്രമാണ് LIC സ്വകാര്യവൽക്കരിക്കുന്നത്. പെട്രോളിന്റെ വില എന്തിനാണ്? ഞാൻ പറഞ്ഞ അർത്ഥത്തിലേക്ക് വരണം. വേറെ പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരുടെ പക്ഷത്ത് നിന്നിട്ടാണ് ആ കമ്പോളത്തെ വളർത്തുന്നത് വ്യക്തമാകാനുള്ള ഉദാഹരണം ഞാൻ പറയണം. ഡീസൽ പെട്രോൾ വില പല ചർച്ച ചെയ്ത് ഒരു പോയിന്റ്, ഒരുപക്ഷെ നിങ്ങൾ ചർച്ച ചെയ്യാത്തൊരു പോയിന്റ് ഞാൻ പറയാം. ഈ അർത്ഥത്തിൽ ഡീസൽ പെട്രോൾ ഇതിലൊക്കെ 12 തവണ ടാക്സ് കൂട്ടി കേന്ദ്ര സർക്കാർ. അത്ര പറയണം, 12 തവണ ടാക്സ് കൂട്ടി. 3,73.72 ലക്ഷം കോടി രൂപ ആദ്യം കേന്ദ്ര സർക്കാർ കിട്ടി. 3.72 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ കിട്ടി. നല്ലതല്ലേ? നല്ലതല്ലേ? നല്ലതാന്ന് തോന്നുന്നില്ലേ? അങ്ങനെ കോർപ്പറേറ്റുകളിൽ നിന്ന് കേന്ദ്ര സർക്കാർ നികുതി കിട്ടാറുണ്ട്. നികുതി ആന കോർപ്പറേറ്റ് സിഗരറ്റിന്റെ ലഭിക്കാനൊന്നുമല്ല. അംബാനി, അദാനി, അവരൊക്കെ കേന്ദ്രത്തിൽ ടാക്സ് കൊടുക്കാറുണ്ട്. അതിനെ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയും. അതെത്രയായിരുന്നോ? 30%. ഇപ്പൊ എത്രയെന്നറിയോ? 22%. കേന്ദ്ര സർക്കാരിന്റെ നഷ്ടം എത്രയെന്നറിയോ? 8.5 കോടി, 8.5 ലക്ഷം കോടി രൂപ. എത്ര പെട്രോൾ ഡീസൽ? 3.72 ലക്ഷം കോടി രൂപ. കോർപ്പറേറ്റുകൾ ടാക്സ് 30,000 22% ആക്കിയപ്പോൾ നഷ്ടം എത്രയാണ്? 8.5 ലക്ഷം കോടി രൂപ. വലിയ പണക്കാരിപ്പോ പണം നിക്ഷേപിക്കാൻ നിങ്ങളുടെ സൊസൈറ്റിയിലും കാര്യമൊന്നുമല്ല, സ്റ്റോക്ക് മാർക്കറ്റിലാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചാൽ അവിടെ ലാഭം കിട്ടും. അതിന്റെ പേരാണ് ക്യാപിറ്റൽ ഗെയിൻ. അതിന് സർക്കാരിന് ടാക്സ് കൊടുക്കണം. അതിന്റെ പേരാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. 10% കുറച്ചു. സർക്കാർ നഷ്ടം 3 ലക്ഷം കോടി രൂപയാണ്. ഈ രണ്ട് കാര്യത്തിലും സർക്കാരിന്റെ നഷ്ടം എത്രയാണ്? 11 ലക്ഷം കോടി രൂപയാണ്. പെട്രോളിന്റെയും ഡീസലിന്റെ വില വർദ്ധിച്ച് കിട്ടിയ തുക എത്രയാണ്? 3.72 ലക്ഷം കോടി രൂപയാണ്. ഇനി മനസ്സിലായി? ഞാൻ വിചാരിച്ചത് മറന്നില്ല. കേൾക്കുന്നുണ്ടോ? 50 രൂപ കണ്ടു നോക്കാം. കേന്ദ്ര സർക്കാർ ഒരു പൈസയും കൂടിയില്ല. കോർപ്പറേറ്റ് ടാക്സ് ഒരു 4% കൂട്ടട്ടെ, 4% കൂട്ടട്ടെ. ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒരു 5% കൂട്ടട്ടെ. പുനഃസ്ഥാപിക്കൊന്നും വേണ്ട. ഈ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിന് സർക്കാരിന് കൂടുതൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ തുക സർക്കാരിന് കിട്ടും. ഇതാണ് വിഷയം. ഇങ്ങനെ ചിന്തിക്കൂ, ഇങ്ങനെ ചിന്തിപ്പിക്കൂ. അതായത് കോർപ്പറേറ്റുകളും സ്റ്റോക്ക് മാർക്കറ്റും നോക്കൂ, കോർപ്പറേറ്റുകളും സ്റ്റോക്ക് മാർക്കറ്റുകളും ഉപയോഗിക്കുന്ന പണത്തിന്റെ പേരാണ് ഫിനാൻസ് ക്യാപിറ്റൽ, ധനമൂലധനം. ആ മൂലധനത്തിന്റെ ആധിപത്യമാണ് ആഗോളവൽക്കരണം. ആ മൂലധനത്തിന്റെ സേവനങ്ങൾ
കോൺഗ്രസും BJPയും തുടർച്ചയായി. അതിലൂടെ സ്റ്റോക്ക് മാർക്കറ്റും അതിലൂടെ കമ്പോളം മൂഹം കച്ചവടം വളരെയാണ്. അതാണ് എല്ലാം കച്ചവടമായി മാറുന്നത്. ആരുടെ പക്ഷത്ത്? ഭരണകൂടം സ്റ്റോക്ക് മാർക്കറ്റിന്റെ പക്ഷത്ത്, ഭരണകൂടം ഫിനാൻസ് ക്യാപിറ്റലിന്റെ പക്ഷത്ത്, അതിലൂടെ ഉണ്ടാകുന്ന കമ്പോളത്തിന്റെ പക്ഷത്ത് മാനവീയത തളർന്ന് പോകുന്നു. ഇതാണ് സാംസ്കാരിക പ്രശ്നം. ശരി, ഇതൊക്കെ പറഞ്ഞു ഞാൻ വളരെ ബുദ്ധിമുട്ടിയോട് പറയുന്നു. ഇത് അധികം മനസ്സിലാവുണ്ടോ? ഇവിടെ ഇരിക്കുന്നത് മനസ്സിലാവുണ്ടോ? ഇല്ലാന്ന് അറിയാം, അല്ലാത്തവർക്ക് മനസ്സിലാവുണ്ടോ? ഇല്ല. അതെന്തേ കേട്ടോളൂ, എന്തേ മനസ്സിലാവാത്തത്? അതിനുള്ള സാംസ്കാരിക മേഖലയുടെ മാറ്റമാണ്. ഇന്നത്തെ കാലത്ത് കമ്പോളം സാംസ്കാരിക മേഖലയെ മറ്റൊരു മാറ്റിയിരിക്കുന്നു. അതാണ് ഉത്തരാധുനികത. 90 ശേഷമുള്ള നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്കൊപ്പം സാംസ്കാരിക മേഖല ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്ന ഉത്തരാധുനിക. അതിനെ മറ്റൊരു ഭാഷയിൽ പറയാം, ഉത്തരാധുനിക കാവ്യ ഭാവുകത്വ പരിണാമം എന്ന് പറയും. വാക്കത് വലുതെന്ന് വയ്ക്കുന്ന പണ്ടുണ്ടായിരുന്ന ഭാവുകത്വ പരിണാമം. ഓരോ നവോത്ഥാനത്തിലും സാഹിത്യരംഗത്തിൽ ഭാവുകത്വ പരിണാമം ഉണ്ടാകും. ആ ഭാവുകത്വ പരിണാമത്തിലൂടെയാണ് പുതിയ കഥാപാത്രങ്ങളൊക്കെ MT, അതുപോലെ തിരുപ്പത്തനാഥന്, അതുപോലെ തന്നെ മാധവിക്കുട്ടി പോലെയുള്ളവരൊക്കെ സൃഷ്ടിച്ചെടുത്തത്. അതാണ് നമ്മുടെ മുന്നിലെ മോഡൽസ്. ഇതാ ഇന്ന് അത് തിരിച്ച് നമ്മളെ കൊണ്ടുപോകാൻ നവോത്ഥാന കാലത്തിന്റെ പോലെ തന്നെ മറ്റൊരു രീതിയിൽ നെഗറ്റീവായിട്ട് ഇന്ന് എന്താ ഞാൻ പറഞ്ഞത് മറന്നു. എന്താണ്? ഉത്തരാധുനിക സംസ്കാരം കൊണ്ടുവരികയാണ്. എന്താണ് അതിന്റെ സിമ്പിൾ ലളിതമായ കാര്യം? എന്താണ് പറഞ്ഞത്? ഉത്തരാധുനിക കാലത്ത് എന്താണ് എന്റെ തന്ത്രം? ഓരോരുത്തരെയും അവരുടെ ഉള്ളിലേക്ക് വലിക്കുക. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. നീ സമൂഹത്തിന്റെ കാര്യം നോക്കണ്ട. വർഗസ്നേഹം എന്നുള്ളത് അസ്തമിപ്പിക്കുകയാണർത്ഥം. എന്താ വർഗീയത? വർഗീയത വിശ്വാസവുമായി കുലബന്ധം പോലുമില്ലാത്തതാണ് കുലബന്ധം. പിന്നെന്താവോ? മൂലധനത്തിന്റെ തന്ത്രമാണ്. മൂലധനത്തിന്റെ തന്ത്രം. ഇങ്ങനെ മൂലധനം ഈ അസമത്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അസമത്വം സൃഷ്ടിക്കുമ്പോൾ 90% വരുന്ന പാവപ്പെട്ടവർ ദരിദ്രരാവാണ്, പാവപ്പെട്ടവരാവാണ്. 10% വലിയ പണക്കാരാവും. ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് പുസ്തകത്തിന്റെ ഗ്രേറ്റ് ഡിവൈഡ് പറയുന്നത് രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പണക്കാരൻ, 90% പാവപ്പെട്ടവർ. നോക്കൂ, മൂലധനത്തിന് അറിയാൻ ശരിക്കും കമ്മ്യൂണിസത്തിൽ ലോകത്തിന് വലിയ പ്രതീക്ഷയുണ്ടാകുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. വലിയ പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിൽ ലോകത്ത്. 185 രാജ്യങ്ങളിലും ഉള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ചെങ്കൊടിയുടെ പ്രസ്ഥാനം മാത്രമാണ്. ഒരു തർക്കവും ഒരു സംശയവും വേണ്ട. ഞാൻ ഉത്തരാധുനികതയെ കുറിച്ച് ഇവിടെ പറഞ്ഞ് അമേരിക്കയിലെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ് ഇത് തന്നെ പറയാം, ഇംഗ്ലണ്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ് ഇത് തന്നെ പറയാം, ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് തന്നെ പറയാം. ഒരേ ശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ഈ കമ്പോളത്തെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, സാർവദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം. നോക്കൂ, പാവപ്പെട്ടവർക്കും പാവപ്പെട്ടവരാകും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന മനുഷ്യർക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ വർഗപരമാണ് എന്ന തിരിച്ചറിവുണ്ടാകും. കുടിവെള്ളം കിട്ടാത്ത പ്രശ്നം ജാതി പ്രശ്നമല്ല, മതപ്രശ്നമല്ല. അത് അധ്വാനിക്കുന്ന മനുഷ്യന്റെ പാവപ്പെട്ടവന്റെ പ്രശ്നമാണ്. ഭക്ഷണം കിട്ടാത്ത പ്രശ്നം, പഠിപ്പിക്കാൻ പറ്റാത്ത പ്രശ്നം, ചികിത്സിക്കാൻ പറ്റാത്ത പ്രശ്നം,
പ്രശ്നം വർഗപരമാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് അനുഭവത്തിലൂടെ ലോകത്ത് തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടായി. അതാണ് കർഷക സമരത്തിന്റെയും അടിത്തറ. അങ്ങനെ ഇവർ തിരിച്ചറിഞ്ഞാൽ ആ വർഗം അതിശക്തമായി ഉണർന്നു. അതിന് കാരണക്കാരായ വർഗത്തിനെതിരെ പോരാടും. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. പപ്പടം കാച്ചി നിലത്തിട്ട് കാലുകൾക്ക് ചവിട്ടിയാലുണ്ടാകുന്ന അവസ്ഥ ചൂഷകവർഗത്തിനുണ്ടാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അനിവാര്യമായി ഉണ്ടാകുമെന്നുറപ്പുള്ള ഈ വർഗക്കൂട്ടായ്മയെ തകർക്കാൻ മനുഷ്യനെ വ്യത്യസ്ത കമ്പാർട്ട്മെന്റുകളിലാക്കി നിർത്തി പരസ്പരം പോരടിപ്പിച്ച് ശംഖ കൂടിപ്പിച്ച് ഉണ്ടാകുന്ന ആ വർഗ കൂട്ടായ്മയെ തകർക്കാനുള്ള ശ്രമം മൂലധനം നടത്തുന്നതിന്റെ ഭാഗമാണ് വർഗീയത. അല്ലാതെ വിശ്വാസമായിട്ടൊരു ബന്ധമില്ല. മൂലധനത്തിന്റെ ഇരുവശം നാണയത്തിന്റെ ഇരുവശം തന്നെയാണ്. ഒരു വശം കമ്പോളം, മറുവശം വർഗീയത. അങ്ങനെ വർഗീയതയിലൂടെ മനുഷ്യനെ വ്യത്യസ്തമായ കമ്പാർട്ട്മെന്റ് നിർത്തി പോരടിപ്പിക്കുന്നു. ഒരു വർഗം കൂടിച്ചേരുന്നതിന് പകരം ഒരേ വർഗം പരസ്പരം ശംഖ കൂടുന്നു. മൂലധനത്തിന്റെ തന്ത്രമാണ്. ബ്രിട്ടീഷുകാരെ തന്നെ ചെയ്തത്. നാട്ടുരാജാക്കന്മാരെ പരസ്പരം ഇടിച്ചുള്ള വിള്ളലിലൂടെ കടന്നു വന്നത് ഇതുപോലെ തന്നെ. ഇന്നിങ്ങനെയാണ്. അത് മറ്റു രാജ്യങ്ങളിൽ വംശീയതയായിട്ട് മാറും, ഇവിടുന്ന് വർഗീയതയായിട്ട് മാറും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മൂലധനത്തിന്റെ തന്ത്രം, കമ്പോളത്തിന്റെ വികാസ തന്ത്രം, അത് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ കഴിയൂ. വർഗീയത എന്താണ് എന്ന് ഇത്ര വിശദമായിട്ട് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റൂ. ലെനിൻ വളരെ മനോഹരമായ കാര്യം നമുക്ക് പണ്ടേ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു വാചകത്തിലൂടെ. ലെനിൻ പറഞ്ഞത് നോക്കൂ, വ്യവസ്ഥിതിയുടെ മൂർത്തമായ അപഗ്രഥനമാണ് വൈരുദ്ധ്യാത്മകതയുടെ കാതൽ. ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും മനസ്സിൽ ജീവിതം മുഴുവൻ ഉണ്ടാകുന്ന വാചകമാണ്. ഡയലക്റ്റിക്കലായിട്ടാണ് നമ്മൾ ഇടപെടലാത്തത്. ഞാൻ ഈ പറഞ്ഞതെല്ലാം പ്രത്യയശാസ്ത്രപരമായിട്ടാണ്. അത് വൈരുദ്ധ്യാത്മകമായ ഇടപെടലാണ്, ആശയപരമായ ഇടപെടലാണ്. അതിനെന്ത് ചെയ്യാം? വ്യവസ്ഥിതിയെ മൂർത്തമായി അപഗ്രഥിക്കണം. അപ്പോഴേ വൈരുദ്ധ്യാത്മകതയുടെ സൂക്ഷ്മ കേന്ദ്ര ബിന്ദുവിലേക്ക് മനസ്സെത്തുകയുള്ളൂ. അതാണ് വൈരുദ്ധ്യാത്മക ഇടപെടലിന്റെ മർമ്മം. ആ ഭാഷ ഒന്നുകൂടി പറയാം. വ്യവസ്ഥിതിയുടെ മൂർത്തമായ അപഗ്രഥനമാണ് വൈരുദ്ധ്യാത്മകതയുടെ കാതൽ. അതുകൊണ്ട് നമുക്ക് നവനവോത്ഥാനത്തെ കുറിച്ച് പറയാൻ കഴിയൂ. കമ്പോളം മാനവികതയുമായി വലിയ സംഘർഷത്തിൽ നിൽക്കുമ്പോൾ, എല്ലാം കമ്പോളത്തിന് വിട്ടുകൊടുക്കുന്ന സാഹചര്യം വന്നുകൊണ്ടിരിക്കുമ്പോൾ, കാലാവസ്ഥ വ്യതിയാനം പോലും സംഭവിക്കുമ്പോൾ, അതെല്ലാം കമ്പോളത്തിന്റെ പ്രശ്നങ്ങളാണ് എന്ന് പഠിപ്പിക്കാൻ കഴിഞ്ഞാലേ മാനവികതയെ വികസിപ്പിച്ചെടുക്കാൻ കഴിയൂ. മാനവികതയുടെ വികാസമാണ് നവനവോത്ഥാനം, ഉണർവാണ് നവനവോത്ഥാനം. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ കാരണം കമ്പോളം തന്നെയാണ്. ഭൂമിയെ പഴുപ്പിച്ചു, അനാവശ്യമായി വളർന്നു, കീടനാശിനി അങ്ങനെ ഭൂമിയെ തണുപ്പിച്ചു, ചൂടാക്കി, വെള്ളം ചൂടായി, തൊട്ടപ്പുറത്ത് കടൽ ചൂടായി, കടലിൽ നിന്ന് വെള്ളം നീരാവിയായി. കഴിഞ്ഞ ദിവസം മഴ പെയ്തില്ലേ? മഴ. എന്താന്ന് പറഞ്ഞത്? ഘോരമഴ. എന്താ കാരണം? എന്താ കാരണം? എന്താ മഴ അങ്ങനെ കാരണം? അതിനുമ്പ് അങ്ങനെ പെയ്തില്ലല്ലോ. വളരെ സിമ്പിളാണ്, സയൻസാണ്. പക്ഷെ അത് കമ്പോളമൊന്നും ബന്ധിപ്പിക്കണം. ഈ ചൂട് കൂടി വരുമ്പോൾ അങ്ങനെ കടലിൽ നിന്ന് നീരാവി വളരെ പെട്ടെന്ന് ഉള്ളിലേക്ക് പോകും. സാധാരണഗതിയിൽ അങ്ങനെ പോകുന്ന നീരാവി ഒരേപോലത്തെ പാടുകളായിട്ട് കാർമികത്തെ സൃഷ്ടിക്കും. അത് ഒരേപോലെ ഇങ്ങനെ മഴ വീഴുന്നുള്ളൂ, കുഴപ്പമില്ല. മഴ അത് കഴിയുമ്പോൾ മഴ നിൽക്കും, വീണ്ടും ഇതിന്റെ മഴ ഇതല്ല. അതിഭീകരമായ ചൂട് വന്നപ്പോ 1.5 ഡിഗ്രി സെന്റിഗ്രേഡ് ഒക്കെ ഉയർന്നപ്പോ നീരാവി വല്ലാതെ മുകളിലേക്ക് വന്നപ്പോ നീരാവി ഇങ്ങനെ തട്ടായിട്ട് നീരാവി കുന്നുകൂടി
അങ്ങനെ ഉയർന്നു പോകുന്നതും ചൂട് കുറഞ്ഞു പോകും. ആ മലയുടെ ഏറ്റവും മുകളിലുള്ള ടെമ്പറേച്ചർ -80 ഡിഗ്രി സെന്റിഗ്രേഡ്. അടിയിൽ ചൂട്, മലയുടെ മുകളിൽ -80 ഡിഗ്രി സെന്റിഗ്രേഡ്. അതുണ്ടാക്കുന്ന സയന്റിഫിക് എഫക്റ്റിനെ കുറിച്ച് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവട്ടെ എന്ന് പറയുന്നില്ല. പക്ഷേ ഈ പ്രത്യേക അന്തരീക്ഷത്തിൽ ആ നിൽക്കുന്ന മുഴുവൻ നീരാവിയും ഒരൊറ്റ നിമിഷം കൊണ്ട്, ഇംഗ്ലീഷിൽ വിതിൻ നോ ടൈം എന്ന് പറയും, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പിൽ എല്ലാം ഒരു കഴക് ഓരമഴ. അതാണ് ക്ലൗഡ് ബേഴ്സ്റ്റ്, അതാണ് മേഘവിസ്ഫോടനം. കമ്പോളത്തിന്റെ റിസൾട്ടാണ്. നൈതികതയില്ലാത്ത കാർഷിക മേഖലയുടെ ഫലമാണ്. നൈതികതയില്ലാത്ത ചുറ്റും നിൽക്കുന്ന മേഖലകളുടെ ഫലമാണ്. ജൈവവൈവിധ്യ നഷ്ടത്തിലൂടെ ഉണ്ടാകുന്നതിന്റെ പ്രശ്നത്തിന്റെ ഫലമാണ്. സമഗ്രതയില്ലാത്ത കാർഷിക മേഖലയുടെ വളർച്ചയുടെ ഫലമാണ്. പണം ഉണ്ടാക്കുന്നതാണ് കാർഷിക ലക്ഷ്യം എന്നതിന്റെ ഫലമാണ്. കൃഷി മുഴുവൻ പണത്തിനാണ് എന്ന ചിന്തയുടെ ഭാഗമാണ്. എത്ര വേണം പറയാം. ഈ കമ്പോളത്തായി വിട്. മൂലധനത്തിന് ആവശ്യം ആ സംസ്കാരം. അതാണ് അതിനനുസരിച്ച് വിദ്യാഭ്യാസം നമ്മൾ കൊണ്ടുവരുന്നത്. അതാണ് ദേശീയ വിദ്യാഭ്യാസ നയം. നിങ്ങളുടെ മനസ്സിങ്ങനെ നിങ്ങളുടെ മനസ്സിൽ കമ്പോളത്തോട് ചേർന്ന് നിൽക്കണം. നിങ്ങളുടെ മനസ്സിൽ കമ്പോളത്തോട് ചേർന്ന് നിൽക്കണം. നിങ്ങളുടെ മനസ്സിൽ കമ്പോളത്തോട് ഒട്ടി നിൽക്കണം. നിങ്ങളുടെ മനസ്സിൽ വ്യവസ്ഥയോട് ഒട്ടി നിൽക്കണം. നിങ്ങളുടെ മനസ്സിൽ വ്യവസ്ഥിതിക്ക് വേണ്ടി നിൽക്കണം. നിങ്ങളുടെ ചിന്ത ഈ വ്യവസ്ഥിതിക്ക് വേണ്ടി നിൽക്കണം. നിങ്ങളിലൂടെ വരുന്ന സാഹിത്യ സൃഷ്ടി ഈ വ്യവസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കമ്പോളത്തിന്റെ വ്യവസ്ഥിതിക്ക് വേണ്ടി. ഇതാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ബിജെപിയുടെ. നമ്മുടെ അതാണ് ബദൽ, കേരളത്തിന്റെ ബദൽ, നവനവോത്ഥാനത്തിന്റെ സൂചനയുള്ള ബദലാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസം അതല്ല. നിങ്ങൾ ഈ വ്യവസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്നു. നിങ്ങൾ ഈ വ്യവസ്ഥിതിയുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കരുത്. നിങ്ങൾ ഈ വ്യവസ്ഥിതിയുടെ കമ്പോള മനസ്സിനോട് അലിഞ്ഞു നിൽക്കരുത്. നിങ്ങൾ ഈ വ്യവസ്ഥയുടെ കമ്പോള മനസ്സിനോട് ഒട്ടി നിൽക്കരുത്. നിങ്ങളുടെ മനസ്സിൽ കമ്പോള വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് നിൽക്കൂ. നിങ്ങൾ നവലോകം സ്വപ്നം കാണുന്നുവെങ്കിൽ, നിങ്ങൾ നവോത്ഥാനത്തിലൂടെ നവലോകം സ്വപ്നം കാണുന്നുവെങ്കിൽ, പ്രത്യക്ഷമായ ലോകത്തിന്റെ തെറ്റുകളോട് വിമർശനമുള്ള മനസ്സുള്ളവരാകണം. മനസ്സിൽ പ്രത്യക്ഷമായ തെറ്റുകളോടും കുറവുകളോടും വിമർശനമുണ്ടെങ്കിലേ നവലോകത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. നവലോകം സ്വപ്നം കാണാൻ പറ്റുള്ളൂ. നിലവിലുള്ള കമ്പോള വ്യവസ്ഥയിൽ ഒട്ടി നിന്നുകൊണ്ട് നവലോകം സ്വപ്നം കാണാൻ കഴിയില്ല. അതുകൊണ്ട് നവലോകത്തിന്റെ ആ യാത്രയിലേക്ക് നിങ്ങൾ ഈ വ്യവസ്ഥിതിയിലെ കമ്പോളത്തിന്റെ തെറ്റുകളോട് വിമർശനമുള്ളവരായിട്ട് മാറണം. അതാണ് കേരളത്തിന്റെ പ്രധാന വിദ്യാഭ്യാസം. എന്തേ കേരളത്തിന്റെ വിദ്യാഭ്യാസം ലോകം ശ്രദ്ധിക്കുന്നത്? അത് സ്കൂളിങ്ങനെ നന്നാക്കുന്നത് മാത്രമൊന്നുമില്ല, കമ്പ്യൂട്ടർ വെച്ചത് മാത്രമൊന്നുമില്ല. ആശയപരമായ നവോത്ഥാനത്തിന്റെ ഘടകം അതുകൊണ്ട് പുതിയ തലമുറയെ നമുക്ക് നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പുതിയ തലമുറ നവോത്ഥാനത്തിലൂടെ വരണം, പുറത്തേക്ക് വരണം. ആ തലമുറയുടെ സമൂഹത്തോട് വിമർശനം ഉണ്ടാകണം. ആ വിമർശനം കമ്പോളത്തിനെതിരെ വിമർശനമാകണം. അത് മാനവികതയിലുള്ള പ്രയാണമാണ്. അതാണ് നവോത്ഥാനം. നവോത്ഥാനത്തിന് വേണ്ടി തലമുറ ഒരുക്കുകയാണ് കേരളത്തിന്റെ ബദൽ വിദ്യാഭ്യാസം. പിന്നെ എത്ര വേണം? എനിക്ക് സമയമില്ല. എന്താ നവോത്ഥാനം? നവോത്ഥാനം കമ്പോളത്തിന്റെ എല്ലാ, അല്ലെങ്കിൽ പിന്നെ ഇടതുപക്ഷ ആശയമേ ഇല്ല. നോക്കൂ, ഇന്ന് ആധുനിക മൂലധനം കമ്മ്യൂണിസത്തെ തകർക്കാൻ വേണ്ടി വഴിയല്ലാമോ പിടിച്ച് ജയിലിടുന്നല്ല.
തല്ലിക്കാലൊരിക്കലുമല്ല. ഇന്നത്തെ ലോകത്തിന്റെ മുതലാളിത്ത തന്ത്രം എന്ന് പറയുന്നത് മനസ്സിന്റെ മൂല്യങ്ങൾ നശിപ്പിക്കലാണ്. മൂല്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മനസ്സിലെ സമത്വബോധമുള്ളൂ, കമ്മ്യൂണിസമുള്ളൂ. അത് നിങ്ങളുടെ മൂല്യങ്ങളെ തകർക്കുക, മൂല്യങ്ങളെ ഇല്ലാതാക്കുക. വളരെ നിശബ്ദമായി മനസ്സിൽ കയറിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റിന്റെ മൂലധനം പോരാടുന്നത്. ആ കമ്പോളത്തെ തകർത്തില്ലെങ്കിൽ, അതിൽ നിന്ന് നവോത്ഥാനത്തിലേക്ക് വന്നില്ലെങ്കിൽ ഇടതുപക്ഷ പ്രസക്തിയില്ലാത്ത ഒരു കാലം വരുന്നു. പക്ഷേ തിരിച്ച് ഈ നവോത്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ലോകത്തെ ഏറ്റവും സാധ്യതയുള്ള രാഷ്ട്രീയമായി ഇടതുപക്ഷം മാറുകയും ചെയ്യും. അതാണ് നമ്മൾ നവോത്ഥാനത്തിന്റെ പ്രത്യേകത. എല്ലാത്തിനോടും പുച്ഛം, എല്ലാത്തിനോടും രാഷ്ട്രീയമായിട്ടുള്ള അകൽച്ച, എല്ലാത്തിനോടും എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നുള്ള നവനവോത്ഥാനത്തെ ഉത്തരാധുനികതയുടെ ആശയം ഇത് നടന്നു വരികയാണ്. സാമൂഹ്യ ചിന്തകളിൽ നടക്കുകയാണ്. റഫീഖ് അഹമ്മദിന്റെ ഒരു കവിതയുണ്ട്, ബോൺസായ് എന്നാണ് ആ കവിതയുടെ പേര്. ഈ പറയുന്ന ഈ നവോത്ഥാനത്തെ ഈ ആശയത്തെ കളിയാക്കുക, അതായത് ഉത്തരാധുനികതയുടെ ആശയത്തെ കളിയാക്കണം. അദ്ദേഹം പറയണം, ഒരു വലിയ ആൽവൃക്ഷം, വലിയ വൃക്ഷങ്ങൾ അന്തരീക്ഷത്തിന് ഓക്സിജനെ ധാരാളം കൊടുക്കുന്നു, അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ കാറ്റായസം പോലെ കുടിക്കുന്നു. പക്ഷേ മൂലധനം അതിനെ ഓക്സിജൻ കൊടുക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് കുടിക്കുന്നതുമായിട്ടല്ല കാണുന്നത്, പണമായിട്ട് കാണുന്നത്. അതുകൊണ്ട് അതെല്ലാം വെട്ടി നശിപ്പിക്കുന്നു. ആ സമയത്ത് ഒരു വ്യക്തി വീട്ടിലിരുന്ന് പറയണം, കവിത അവസാനത്തിന് അങ്ങനെയാണ്, എന്റെ വീട്ടിൽ ആ മുറിഞ്ഞുപോയ വൃക്ഷമുണ്ടല്ലോ, മുറിഞ്ഞു കിടക്കുന്ന വൃക്ഷങ്ങളുണ്ടല്ലോ, അതിന്റെയൊക്കെ ബോൺസായി മോഡൽ എന്റെ വീട്ടിലുണ്ട്. എനിക്കത് കേട്ടില്ല, എനിക്കിത് പറയുന്ന ഇതാണ് സൃഷ്ടിക്കുന്നവരെ. ഇതിൽ നിന്നും മനസ്സിനെ അടർത്തലാണ് നവോത്ഥാനം. അത് പണ്ട് ചെയ്തത് പറ്റില്ല, പണ്ട് ചെയ്ത പോലെ അല്ല വേണ്ടത്. അതുകൊണ്ട് നവോത്ഥാനം എന്ന് പറയുന്നത് അഗസ്റ്റിൻ കുട്ടറല്ലൂരിന്റെ കവിതയുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ളത് മത്സ്യമേഖലയാണ്. മത്സ്യം, ആ മത്സ്യം മുഴുവൻ വൈവിധ്യമാർന്ന മത്സ്യങ്ങളെ മുഴുവൻ ഇത്തിരി വന്നതിനെ മുഴുവൻ കോരി കൊണ്ടുപോകണം കോർപ്പറേറ്റുകൾ. വൈവിധ്യത്തിന്റെ നാശം പരകോടിയിലാണ് മത്സ്യമേഖലയിൽ. അതെല്ലാം വിശദീകരിച്ച് അഗസ്റ്റിൻ കുട്ടറല്ലൂർ പറയുന്നത് എങ്കിലും എന്റെ സ്വീകരണ മുറിയില് അക്വേറിയത്തില് ഓമന മത്സ്യങ്ങൾക്ക് സുഖമാണല്ലോ. എന്റെ സ്വീകരണ മുറിയിലെ അക്വേറിയത്തിലെ ഓമന മത്സ്യങ്ങൾക്ക് സുഖമാണല്ലോ. എനിക്കൊരു മതിയോ? പിന്നെ വൈവിധ്യത്തിന് സമരമുണ്ടോ? ഇല്ല. വൈവിധ്യം കൊണ്ടുവന്ന കമ്പോളം വിജയിക്കില്ലേ? അതെ. കമ്പോളത്തിന്റെ വിജയത്തിൽ മാനവികത തളരില്ലേ? അതെ. അറിവ് കൂടി വരുന്തോറും മാനവികത കുറയുകയാണ്. അറിവ് കൂടി വരുന്തോറും അസമത്വം കൂടുകയാണ്. അറിവ് കൂടി വരുന്തോറും നിരക്ഷരത കൂടുകയാണ്. അറിവ് കൂടി വരുന്തോറും ഭക്ഷണമില്ലാത്തവരുടെ എണ്ണം കൂടുകയാണ്. അറിവ് കൂടി വരുന്തോറും വീടില്ലാത്തവരുടെ എണ്ണം കൂടുകയാണ്. അറിവ് കൂടി വരുന്തോറും ജൈവ വൈവിധ്യം ഇല്ലാതായി വരികയാണ്. ഇതാണ് വർത്തമാനം. ഇതാണ് വർത്തമാനം. നവനവോത്ഥാനത്തിന്റെ ലക്ഷ്യം അറിവ് കൂടുന്തോറും മാനവികത കൂടണം, അത് കൂടുന്തോറും വൈവിധ്യം കൂടണം, അത് കൂടുന്തോറും രാജ്യത്തിനെ കുറയണം, അത് കൂടുന്തോറും അറിവ് കൂടുന്തോറും മറ്റെല്ലാം അതേ അർത്ഥത്തിൽ മുകളിലേക്ക് വരണം. കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമേ പറയാനുള്ളൂ.
വിഷയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അപ്പുറത്തുണ്ടാവുന്നത് സംശയമില്ല. ബദൽ പറയാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമില്ല. അതുകൊണ്ട് ഈ വിഷയം സമൂഹത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യാൻ CPIM ഇടപെടുകയാണ് എന്നുള്ളതിന്റെ ലക്ഷണമാണ് നമ്മുടെ ഈ വിഷയത്തിനെ കുറിച്ചുള്ള ചർച്ച നിർത്തുന്നു. അപ്പോൾ